നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയയുടെ ജീവിതം വളരെയധികം തിരക്കേറിയതായിരുന്നു. രാവിലെ കണ്ണു തുറക്കുന്ന നിമിഷം മുതൽ ഇമെയിലുകൾ, ടെക്സ്റ്റുകൾ, മെസ്സേജുകൾ, സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള നോട്ടിഫിക്കേഷനുകൾ, ഉണരുന്നത് മുതൽ ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ അവൾ നോക്കിയിരുന്നത് അവളുടെ ഫോൺ മാത്രമായിരുന്നു. അതൊരു ശീലം മാത്രമായിരുന്നില്ല, അവൾക്കതൊരു ലൈഫ് ലൈൻ കൂടെയായിരുന്നു. അതവൾക്ക് ലോകവുമായുള്ള ബന്ധം നിലനിർത്താനുള്ള ഒരു മാർഗവുമായിരുന്നു. എന്നാൽ ഈയിടെയായി വിവരങ്ങളുടെ കുത്തൊഴുക്കിലും എന്തോ നഷ്ടമായതുപോലെയുള്ള ഒരു ശൂന്യത റിയയ്ക്ക് അനുഭവപ്പെട്ടു. അവൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്ന്, എന്തിനേറെ ഭർത്താവായ ജയ്ക്കിൽ നിന്നുപോലും ഒരു അകൽച്ച പോലെ അവൾക്ക് തോന്നി. വൈകുന്നേരങ്ങളിൽ അവർ ഒരുമിച്ചിരിക്കും. ഓരോരുത്തരും അവരുടെ ഫോണിൽ ലയിച്ചു. വളരെ കുറഞ്ഞ വാക്കുകൾ പരസ്പരം കൈമാറും. ഒരിക്കൽ ചിരിയും തമാശകളും സംഭാഷണവും നിറഞ്ഞ അവരുടെ വീട് ഇന്നിതാ വളരെ നിശബ്ദമായിരിക്കുന്നു. ഒരു വാരാന്ത്യത്തിൽ അവർ കട്ടിലിന്റെ എതിർവശങ്ങളിൽ നിശബ്ദരായി ഇരുന്നപ്പോൾ ജയ്ക്ക് തല ഉയർത്തി റിയയോട് ചോദിച്ചു, എപ്പോഴാണ് നമ്മൾ പരസ്പരം സംസാരം നിർത്തിയത്? ചോദ്യം അന്തരീക്ഷത്തിൽ മുഴങ്ങി. റിയ പ്രതികരിക്കാൻ വായ തുറന്നെങ്കിലും വാക്കുകൾ കണ്ടെത്താൻ കഴിയാത്തതായി അവൾക്ക് തോന്നി. അവരുടെ സ്ക്രീനുകളുടെ തിളക്കം അവരുടെ ബന്ധത്തിന്റെ ഊഷ്മളതയെ എത്രത്തോളം മാറ്റിമറിച്ചുവെന്ന് അവൾ ശ്രദ്ധിച്ചു. എനിക്കറിയില്ല, അവൾ മന്ത്രിച്ചു. അന്ന് രാത്രി റിയയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ സീലിംഗിലേക്ക് നോക്കിക്കിടന്നു. ജയ്ക്കിന്റെ ചോദ്യം അവളുടെ മനസ്സിൽ ആവർത്തിച്ചു. എപ്പോഴാണ് അവർ സംസാരം നിർത്തിയത്? എപ്പോഴാണ് ജീവിതം ഇത്രയും റോബോട്ടിക്കായി മാറിയത്? എല്ലാ കാര്യങ്ങളും പ്ലഗ് ചെയ്യപ്പെടുന്നതിൽ അവൾ അഭിമാനിച്ചിരുന്നു. എന്നിട്ടും യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ള ആളുകളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നതായി അവൾക്ക് തോന്നി. പിറ്റേന്ന് രാവിലെ റിയ ഒരു തീരുമാനമെടുത്തു. അവൾ അടുക്കളയിലെ കസേരയിലിരുന്നു. അവളുടെ ഫോണും അവളുടെ കയ്യിലുണ്ടായിരുന്നു. അത് അവൾ വളരെ നേരം നോക്കി. എന്നിട്ട് ഒരു ദീർഘനിശ്വാസത്തോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. ഇപ്പോൾ നോട്ടിഫിക്കേഷനുകളില്ല, മെസ്സേജുകളില്ല, എങ്ങും നിശബ്ദത മാത്രം. സ്വന്തം ഫോണുമായി ഇരുന്ന ജയ്ക്കിന്റെ നേരെ തിരിഞ്ഞവൾ പറഞ്ഞു, ഞാനൊരു ഇടവേള എടുക്കുകയാണ് ഇതിൽ നിന്ന്. അവളുടെ ശബ്ദം ശാന്തവും എന്നാൽ ഉറച്ചതുമായിരുന്നു. ജയ്ക്ക് തന്റെ പുരികമുയർത്തി അവളോട് ചോദിച്ചു, നിനക്കിത് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പാണോ? റിയ സ്വയം നിശ്ചയമില്ലാതെ മന്ദമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷെ ശ്രമിക്കണം. ആദ്യ ദിനം ഒരു പിന്മാറ്റം പോലെ അവൾക്ക് തോന്നി. ഓരോ മിനിറ്റിലും അവളുടെ കൈ സഹജമായി തന്റെ ഫോണിലേക്ക് ഓടിയെത്തും. ഒന്നും മനസ്സിലാകുന്നില്ല. പ്രധാനപ്പെട്ട എന്തോ സംഭവിക്കുന്നത് പോലെ അവൾ അസ്വസ്ഥയായി. അവൾക്ക് തന്നെ തന്നെ നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വിചിത്രമായത് സംഭവിച്ചു. വളരെ കാലമായി താൻ കാണാത്ത കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ജനലിനു വെളിയിൽ മരങ്ങൾക്കിടയിലൂടെ കാറ്റിന്റെ മൃദുലമായ മുഴക്കം, ദൂരെ പക്ഷികളുടെ ചിലയ്ക്കുന്ന ശബ്ദം, തറയിൽ സ്വർണ്ണ പാറ്റേണുകൾ ഇട്ടുകൊണ്ട് മൂടുശീലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം അരിച്ചിറങ്ങുന്നു. അവൾ തല ഉയർത്തി ചുറ്റുമുള്ള ലോകത്തെ നോക്കി, ആദ്യമായി കാണുന്നത് പോലെ. മൂന്നാം ദിവസം ആയപ്പോഴേക്കും റിയ നിശബ്ദയായി. ഡിജിറ്റൽ ശബ്ദത്തിന്റെ തടസ്സമില്ലാതെ വർഷങ്ങളായി താൻ സ്വയം ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് അവൾ സ്വയം ആകർഷിക്കപ്പെട്ടു. അവൾ തന്റെ ഒരു പഴയ സ്കെച്ച് ബുക്ക് എടുത്തു. അതിൽ കുറച്ച് മങ്ങിയ ഡ്രോയിങ്ങുകൾ മാത്രം. അവൾ ഇത്രയും കാലം വരച്ചില്ല. പക്ഷേ ശ്രദ്ധ തിരിക്കാൻ മറ്റൊന്നുമില്ലാത്തതിനാൽ അവൾ വരയ്ക്കാൻ ആരംഭിച്ചു. ആദ്യം പതുക്കെ, പിന്നീട് കൂടുതൽ ഉണർവോടെയും ആത്മവിശ്വാസത്തോടെയും. അന്ന് വൈകുന്നേരം ജയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ പൂമുഖത്ത് ഒരു കപ്പ് ചായയുമായി ഇരിക്കുന്ന റിയ, അരികിൽ വളരെ കാലമായി ഉപേക്ഷിച്ച തന്റെ സ്കെച്ച് ബുക്കും. വളരെ കാലമായി അവളെ സ്ക്രീനിൽ നിന്ന് അകന്നു കാണുവാൻ കഴിഞ്ഞു. അവൻ അവളുടെ അടുത്തിരുന്നു. അവിടെ നിശബ്ദത തളം കെട്ടി. അവൻ അവളോട് പറഞ്ഞു, ഇന്ന് നീ വളരെ വ്യത്യസ്തയായി തോന്നുന്നു. റിയ പുഞ്ചിരിച്ചു. അവളുടെ കണ്ണുകൾ സൂര്യാസ്തമയത്തിന്റെ മങ്ങിയ വെളിച്ചം പ്രതിഫലിച്ചു. വർഷങ്ങൾക്ക് ശേഷം റിയയും ജയ്ക്കും വളരെ നേരം സംസാരിച്ചു. തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. ആകാശം സ്വർണത്തിൽ നിന്ന് പിങ്ക് നിറത്തിലേക്ക് മാറുന്നതും ചുറ്റുമുള്ള വായു തണുപ്പിക്കുന്നതും അവർ കണ്ടു. ഫോണുകളില്ല, ശല്യപ്പെടുത്തലുകളില്ല, അവർ മാത്രം. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. റിയ വീണ്ടും അവളുടെ ഫോൺ ഓണാക്കിയെങ്കിലും അത് മുമ്പത്തെ പോലെ അവളെ നശിപ്പിച്ചില്ല. കാരണം അവൾ അതിന് അതിർവരമ്പുകൾ ഇട്ടിരുന്നു. അത്താഴ സമയത്ത് ഫോണില്ല, ഉറങ്ങുന്നതിനു മുമ്പ് സ്ക്രോളിംഗ് ഇല്ല. അതോടെ യഥാർത്ഥ ജീവിതം പൂക്കാൻ തുടങ്ങി. ജയ്ക്കും റിയയും കൂടുതൽ സമയം ഒരുമിച്ച് ചെലവഴിക്കാൻ ശ്രമിച്ചു. അവർ വീണ്ടും തന്റെ പഴയ സുഹൃത്തുക്കളുമായി ബന്ധം പുതുക്കി. അത് ടെക്സ്റ്റുകളിലൂടെയോ ഇമെയിലുകളിൽ കൂടെയോ ആയിരുന്നില്ല, മറിച്ച് കണ്ടുമുട്ടലിന്റെയും സംഭാഷണങ്ങളുടെയും രീതിയിൽ. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ്
റിയ പാർക്കിലൂടെ നടക്കുമ്പോൾ അവളുടെ പോക്കറ്റിൽ ഫോൺ കിടക്കുന്നുണ്ടായിരുന്നു. എങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവൻ പ്രപഞ്ചത്തിലായിരുന്നു. അവൾ ഒരു ബെഞ്ചിലിരുന്നു. സൂര്യൻ മരങ്ങൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്നത് അവൾ കണ്ടു. അത് നിലത്ത് നനഞ്ഞ നിഴലുകൾ വീഴ്ത്തി. ഇളം കാറ്റ് ഇലകളിൽ വീശി. ദൂരെ എവിടെയോ കുട്ടികൾ ചിരിക്കുന്നു. അത് ഒരു നിസ്സാര കാര്യമായിരുന്നുവെങ്കിലും അവൾക്കത് നഷ്ടപ്പെട്ട ജീവിതത്തിന്റെ സൗന്ദര്യമായിരുന്നു. റിയ അവളുടെ കണ്ണുകൾ അടച്ച് ശരത്കാല വായു ശ്വസിച്ചപ്പോൾ നിശബ്ദതയിൽ തനിക്ക് നഷ്ടപ്പെട്ടതായി താൻ പോലും മനസ്സിലാക്കാത്ത എന്തോ ഒന്ന് തിരിച്ചു കിട്ടുന്നതുപോലെ അവൾക്ക് അനുഭവപ്പെട്ടു. അതായിരുന്നു ഡിജിറ്റൽ ഡിറ്റോക്സ് അഥവാ ഡിജിറ്റൽ ഉപകരണങ്ങളിൽ നിന്നുള്ള അവധിയിൽ നിന്ന് താൻ നേടിയെടുത്തതെന്ന് റിയയ്ക്ക് മനസ്സിലായി. നന്ദി. വീണ്ടും കാണാം.